അപ്പോൾ നമ്മൾ അടുത്ത ഗെയിം മൈൻക്രാഫ്റ്റിൻ്റെ അടുത്ത എപ്പിസോഡിൽ വന്നേക്കാണ്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു പുതിയ സർവൈവൽ സീരീസ് ആണ് കേട്ടോ. ഞാൻ ഒരു പോസ്റ്റ് വിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അക്കൗണ്ട് പോയ കാര്യം. പിന്നെ ഞാൻ അക്കൗണ്ട് പുതിയ സ്റ്റാർട്ട് ചെയ്തതാണ്. നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണം. നമ്മൾ മാപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ പ്രാവശ്യം. അപ്പോൾ നമ്മളെ കറണ്ട് ലൊക്കേഷൻ അതാണ്. ഒന്ന് അടിച്ചാലേ അതിനെ വേണ്ട 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 നമുക്ക് ഫസ്റ്റ് ഈ മരം മുറിച്ചിലോട്ട് പോവാം. നമുക്ക് ഇപ്രാവശ്യം കുറേ പ്ലാൻസ് കേട്ടോ. നമ്മൾ ഈ സീരീസ് ഞാൻ നിർത്താൻ പ്ലാൻ ചെയ്യുന്നില്ല. ഏതായാലും നമുക്ക് ഇന്നൊരു വീട് ഫസ്റ്റിനെ സെറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ പോണ വഴിക്ക് നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാണ്ടെങ്കിൽ ആഡ് ചെയ്ത് പോവാം. അത് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടുണ്ടാവും. Oh, starting with the cave. ഒരു വീട് കാണുന്നില്ലടെ. വീട് കാണുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു വീട് പോലും കാണുന്നില്ല. ഒരു വില്ലേജ് അതിൽ നമുക്കൊന്ന് പോയൊക്കെ അങ്ങനെ വെറുതെ സഞ്ചരിച്ചൊക്കെ നമുക്കല്ലെങ്കിൽ വില്ലേജ് കണ്ടുപിടിക്കേണ്ടി വരും. ഓ ഗൈസ്, അവിടെ വില്ലേജ് ഉണ്ട് കേട്ടോ. കുറച്ച് വലിയ വില്ലേജാണ്. ഫസ്റ്റിൻ്റെ ബെഡ് ഉണ്ടാക്കാനുള്ള എല്ലാവരും ആവശ്യം ഉണ്ടായി കേട്ടോ. ഓ 7 ഒബ്സിഡിയൻ. ഇനി ബാക്കി ലൂട്ട് എടുത്തിട്ട് കാണാം. ലൂട്ടർ ഫുൾ എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചത് എന്തൊക്കെയാണ് കിട്ടിയെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ കുറച്ച് ഇത് കണ്ടോ, ഇത്ര സാധനങ്ങൾക്ക് കിട്ടി. അയൺ അത് മാത്രമല്ല കേട്ടോ. പിന്നെ ബണ്ടിലുകൾ വെറുതെ ഇപ്പോൾ പിന്നെ 8 അയണുണ്ട്. അയൺ ടോട്ടൽ എത്ര കിട്ടി? 15 അയൺ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ബക്കറ്റ് ഉണ്ടാക്കുന്നത് നിർബന്ധം. ബക്കറ്റ് എന്തായാലും വേണം. പിന്നെ നമുക്ക് ആർമറൊക്കെ ഏകദേശം ഫുള്ള് സെറ്റായിട്ടുണ്ട്. 2 കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മാപ്പ് ഇടത് കയ്യിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഹെഡ് തലയത്തതും ഇതും കിട്ടാൻ ബാക്കിയുള്ളൂ കേട്ടോ. തൽക്കാലത്ത് നമ്മൾ 2 ചെസ്റ്റ് വെച്ചാണ് വീടിൻ്റെ പണി തുടങ്ങുക.
നമുക്ക് തൽക്കാലം മാപ്പ് കയ്യിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. എന്താ പറഞ്ഞാൽ 3 ഭാഗം ഇല്ലല്ലോ, അതൊന്നും ആവില്ല. നമ്മൾ ഫസ്റ്റ് ഡയമണ്ട് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. കേട്ടോ. പക്ഷെ നമ്മൾ മൈൻ ചെയ്തതല്ല, അതുകൊണ്ട് മൈൻ ചെയ്ത് വേറെ കൂട്ടും. താൽക്കാലികമായി ഇത്ര നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ, ചെറിയ വീടാണ് ഉണ്ടാക്കുന്നത്. ഈ സ്റ്റാർട്ടർ ബേസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അടുത്ത എപ്പിസോഡ് നമ്മൾ വീടൊന്ന് വലുതാക്കലും പിന്നെ ഫാമും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ശരിക്കും വില്ലേജിൻ്റെ അപ്പുറത്തൊക്കെ നല്ല സ്ഥലങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേറെ കാര്യം ശ്രദ്ധിച്ച്, ഒരു വില്ലേജർ ഔട്ട് പോസ്റ്റ് ഉണ്ട് അവിടെ, നമുക്കതൊന്ന് സൂക്ഷിക്കാം. ഇപ്പം വില്ലേജേഴ്സിൻ്റെ ആ ഒരു ഭാഗത്തൊരു നല്ല സ്ഥലമുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം നമുക്ക് ഇവിടെ വില്ലേജേഴ്സിൻ്റെ പെട്ടെന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്കിപ്പോൾ അയൺ ഫാമൊക്കെ ഉടനെ ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ട്രേഡിങ്ങുകൾ, EP ഫാം, XP ഫാം, ആ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടേക്ക് തന്നെ പോയി. ഇപ്പോൾ അയൺ ഉണ്ടാകുമ്പോൾ നമുക്ക് റെയിലും കാർട്ടും യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ആ ഒരു കാര്യത്തിൽ പേടി ഉണ്ടാവില്ല. നമുക്ക് വെർജ് വുഡും മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ ഇല്ലേ ഏത് ഫുട്ബോൾ ടീമിൻ്റെ ഫാൻസാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാം ആരെ ഫാൻസാണ് കൂടുതലുള്ളതെന്ന്. പോർച്ചുഗലാണോ, ബ്രസീലാണോ, അർജൻറ്റീന ആണോ, അഥവാ ഇതൊന്നും അല്ലാതെങ്കിൽ ജർമ്മനി, സ്പെയിന്, ഫ്രാൻസ്, പിന്നെ ബാക്കിയുള്ള ടീമിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ. ഇംഗ്ലണ്ട്, മൊറോക്കോ, പിന്നെ ഏതൊക്കെ ടീമുകളുള്ളത്. ഈ ടീമുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. പൊതുവെ ആൾക്കാർ ഇഷ്ടപ്പെടല് ബ്രസീൽ, പോർച്ചുഗൽ, അർജൻറ്റീന. ഇതല്ലാതെ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിനും. ഇതല്ലാതെ പിന്നെയുള്ള ഇതാണ് ക്രൊയേഷ്യ, മൊറോക്കോ, ഇങ്ങനത്തെ ടീംസിനൊക്കെ വേണമെങ്കിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം. പിന്നെ ജർമ്മനിയൊക്കെ കാരണം ഒരു കോമൺ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ടീംസ്. ഏതായാലും അവിടേക്ക് ഉണ്ടാക്കാനുള്ളല്ലേ. നമ്മൾ മിനി ബേസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു ബേസാണെന്ന്. ബേസ്
ആണോ ഒരു ഷെൽട്ടറാണോ ജസ്റ്റ് നിൽക്കാനുള്ള അല്ലെങ്കിൽ സ്റ്റോറേജ് റൂമോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നു. ഇനി ടോർച്ച് വെച്ചില്ലെങ്കിൽ മോൺസ്റ്റേഴ്സ് അല്ലേ ഉള്ളിൽ. നമുക്കൊരു കാര്യം ചെയ്യാം, വില്ലേജിൽ നിന്ന് ടോർച്ച് നിൽക്കാം. മേലെ അടിച്ചിട്ടില്ലേ? മേലെ ഒരു കാര്യം ചെയ്യാം, ഇത് ഫസ്റ്റ് നമുക്ക് വരുന്നേ. ഒന്ന് നമുക്ക് കഴിക്കാട്ടോ. രണ്ടോ നമുക്ക് അവനക്ക് കൊടുക്കാം, രണ്ട് ഞങ്ങളുടെ എടുക്കാം, വേണ്ട മൂന്നെണ്ണം കൊടുക്കാം.
അല്ലാതെ അതിലെന്നെ കിടന്നു നടന്നു. അപ്പം നമ്മൾ അടുത്തേക്ക് പോയപ്പോഴത്തേനും ചെങ്ങായി നാലെണ്ണം വേണം. ഒന്ന് കിട്ടണമെങ്കിൽ നാലെണ്ണം വേണം. എമറാൾഡ് ഇതിൻ്റെ അടുത്ത് ചിലപ്പോൾ ഓടി വരിക കേട്ടോ. ഓടി വന്നില്ല, എമറാൾഡ് കാണിച്ചു തന്നു. കാരണം കൊടുക്കണം കിട്ടേ. ഇനി നമുക്ക് ഈ എമറാൾഡ് ഇട്ട് ഇതൊക്കെ ചോദിക്കുന്നുണ്ട് വേണോ വേണോ. ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ എമറാൾഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ.